വയനാട് മുണ്ടക്കൈയിലുണ്ടായത് വൻ ഉരുൾപൊട്ടൽ. മുണ്ടക്കൈ അട്ടമല പ്രദേശത്തിലേക്കുള്ള ഏക പാലമായ ചൂരൽമല പാലവും പ്രധാന റോഡും തകർന്നതോടെ ഇവിടെ നിന്നുള്ള ഒരു വിവരങ്ങൾ ലഭിക്കാത്ത സാഹചര്യമാണുള്ളത്. രക്ഷാപ്രവർത്തകർക്ക് പ്രദേശത്തേക്ക് കടക്കാനോ ആളുകളെ പുറത്തെത്തിക്കാനോ ആയിട്ടില്ല. നിലവിൽ 250 അംഗ NDRF സംഘം ചൂരൽപ്പുഴയ്ക്ക് ഇക്കരെയുള്ള ഭാഗത്തെ രക്ഷാപ്രവർത്തനമാണ് നയിക്കുന്നത്. ചൂരൽമലയിൽ സൈന്യമെത്തിയ ശേഷം മുണ്ടക്കൈ മേഖലയിലേക്ക് ചൂരൽപ്പുഴയ്ക്കും അക്കരയ്ക്കും എത്തപ്പെടാനായി താൽക്കാലിക പാലം നിർമ്മിച്ച് രക്ഷാപ്രവർത്തനം നടത്തും. ഉരുൾപൊട്ടലിൽ രക്ഷാപ്രവർത്തനം വ്യോമമാർഗം മാത്രം സാധ്യമാകുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. രക്ഷാദൌത്യം പ്രതിസന്ധിയിലാണ്. സൈന്യമെത്തിയാൽ ഇവിടെ താൽക്കാലിക പാലം നിർമ്മിക്കാനാണ് നീക്കം. കുത്തിയൊലിച്ചു വരുന്ന പുഴയിലൂടെ രക്ഷാപ്രവർത്തനം ശ്രമകരമായതിനാൽ ഹെലികോപ്റ്റർ എത്തിക്കാനും സംസ്ഥാനം ശ്രമം തുടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി എയർലിഫ്റ്റിന്റെ സാധ്യത പരിശോധിക്കാൻ സുളൂരിൽ നിന്നും വ്യോമസേനയുടെ 2 ഹെലികോപ്റ്റർ അല്പസമയത്തിനകം വയനാട്ടിലെത്തും. അതേസമയം പ്രദേശത്ത് കനത്ത മഴ തുടരുകയാണ്. കാലാവസ്ഥ പ്രതികൂലമായാൽ ഹെലികോപ്റ്ററുകൾ പ്രവർത്തിക്കാൻ പരിമിതി ഉണ്ടായേക്കും. അതേസമയം മുണ്ടക്കൈയിൽ ചുഴിയിൽ താഴ്ന്ന നിലയിൽ ഒരാളെ കണ്ടെത്തിയിരിക്കുകയാണ്. രക്ഷയ്ക്കായി കേഴുകയാണ് അദ്ദേഹം. ശരീരത്തിന്റെ പകുതി ഭാഗം മണ്ണിനടിയിലാണ്. രക്ഷാപ്രവർത്തകർക്ക് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് എത്താൻ കഴിയുന്നില്ല. പുഴയിലെ വെള്ളത്തിന്റെ ഒഴുക്കാണ് കാരണം. മാത്രമല്ല ചുഴലി നിറഞ്ഞിരിക്കുകയാണ്. കാലെടുത്ത് വെച്ചാൽ ചുഴിയിൽ താഴ്ന്നു പോകുന്ന അവസ്ഥയാണ്. കേരളക്കരയെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. എത്രയും വേഗം അദ്ദേഹത്തെ രക്ഷിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഇവരും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. നന്ദി.